ഹലോ ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ് ഗൈസ്, ഫൈനലി അത് സംഭവിച്ചിരിക്കുകയാണ്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബയലാറ്ററൽ സീരീസ് ശ്രീലങ്ക ഇന്ത്യക്കെതിരെ വിജയിക്കുന്നത്. ശ്രീലങ്ക കുറിച്ചത് ഒരു വമ്പൻ ചരിത്രമാണ്, കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ ശ്രീലങ്ക ഈ ഒരു ODI സീരീസ് 2-0 എന്ന നിലയിൽ വിജയിച്ചിരിക്കുന്നു. ഇന്ത്യ 27 വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഒരു സീരീസിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഗൗതം ഗംഭീറിന് അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ശ്രീലങ്ക ഉയർത്തിയ 246 എന്നുള്ള വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയിട്ടുള്ള ടീം ഇന്ത്യക്ക് വെറും 138 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതെ, 138 റൺ എടുക്കുമ്പോഴേക്കും അവർ ഓൾ ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടെ ശ്രീലങ്ക പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. യെസ്, ഈ ഒരു ODI സീരീസിന്റെ ടോട്ടൽ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ 2 മത്സരത്തിൽ ശ്രീലങ്ക വിജയിച്ചപ്പോൾ ആദ്യ മത്സരം ടൈ ആയിരുന്നല്ലോ. എന്തായാലും ഇന്ന് മറുപടി ബാറ്റിംഗിൽ തുടക്കം മുതലേ ടീം ഇന്ത്യക്ക് കാര്യങ്ങൾ ഒട്ടും നേർവഴിയിലായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 6 റൺസ് എടുത്ത് നിൽക്കുമ്പോഴേക്കും ഗില്ലിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മ മികച്ച രീതിയിലാണ് ഇന്നും തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. 30 റൺസ് എടുത്ത് അദ്ദേഹം ഔട്ടായി പോയതിന് പിന്നാലെ 20 റൺസ് എടുത്ത് വിരാട് കോഹ്ലിയും വീണു. പിന്നീട് നമ്മൾ എന്താണ് കാണുന്നത്? കൂട്ടത്തകർച്ചയിലേക്ക് വീണു പോകുന്ന ഇന്ത്യയായിരുന്നു. 6 റൺ എടുത്ത് ഋഷഭ് പന്ത്, 8 റൺസ് എടുത്ത് ശ്രേയസ് അയ്യർ, 2 റൺസ് മാത്രം എടുത്ത് അക്ഷർ പട്ടേൽ, 15 റൺസ് എടുത്ത് റിയാൻ പരാഗ്, 9 റൺസ് എടുത്ത് ദൂബെ എന്നിവരൊക്കെ ഒന്നിനു പിറകെ ഒന്നായി ഔട്ടായി പോകുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. അവസാനം 30 റൺസുമായി വാഷിംഗ്ടൺ സുന്ദർ ഒന്ന് പൊരുതി നോക്കിയെങ്കിൽ കൂടി യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരിൽ രോഹിത് ശർമ്മ ഒഴികെ ബാക്കിയുള്ള താരങ്ങളൊക്കെ തീർത്തും നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് കടന്നു പോയിരിക്കുന്നത്. ഹിറ്റ്മാൻ തന്റെ ആ ഒരു റോള് ഭംഗിയായി തന്നെ നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള ശ്രീലങ്കയ്ക്കെതിരെ 3 വിക്കറ്റുകളായിരുന്നു ഡെബ്യൂ മത്സരത്തിൽ നിന്ന് റിയാൻ പരാഗ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ തോറ്റെങ്കിൽ കൂടി ആ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും ശ്രീലങ്കയ്ക്ക് വേണ്ടി വെല്ലലാകെ 4 വിക്കറ്റുകളും വാൻഡേഴ്സ് 2 വിക്കറ്റുകളും വീഴ്ത്തിക്കൊണ്ട് അവരുടെ ഹീറോ ആയി മാറിയതും നമ്മൾ കണ്ടതാണ്. ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ അവരുടെ 35 ഓവറുകൾ പിന്നിട്ടപ്പോഴും അവർക്ക് ആകെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് ഒരേ ഒരു വിക്കറ്റ് മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗിൽ നമ്മൾ എന്താണ് കാണുന്നത്? 26 ഓവറുകൾ ആകുമ്പോഴേക്കും അവർ ഓൾ ഔട്ട് ആയി പോകുന്ന കാഴ്ച നമുക്കറിയാം. ശ്രീലങ്കയെ അവരുടെ പ്രൈം ടൈമിൽ പോലും ഇന്ത്യൻ ടീം പോയിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് വരാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ശ്രീലങ്കയുടെ അവസ്ഥ അത്ര മികച്ചതല്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. എന്നിട്ടാണ് ശ്രീലങ്ക വമ്പന്മാരായിട്ടുള്ള ഇന്ത്യക്കെതിരെ ഇങ്ങനെ ആധിപത്യത്തോടു കൂടി സീരീസ് സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ശ്രീലങ്കയ്ക്ക് കൈയടിച്ച് പറ്റൂ. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനം നമുക്ക് എല്ലാവർക്കും നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെയാണ് സഞ്ജു സാംസണിന്റെ വില ഇന്ത്യൻ ടീം അറിയുന്നത്. എന്തിനാ ഇപ്പോൾ ഇവിടെ സഞ്ജുവിന്റെ പേര് പറയുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് പറയാമെന്ന് കരുതിയതാണ്. തീർച്ചയായിട്ടും എഗ്രി ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവർ തലക്കെട്ട് കൊടുക്കുന്നത്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും സഞ്ജു സാംസൺ ഹാസ് സേവ്ഡ് ദ ഇന്ത്യൻ ടീം ഫ്രം കൊളാപ്സ് ഓൺ മെനി ഒക്കേഷൻസ് ഇൻ ODI പല സമയത്തും ഇന്ത്യൻ ടീം ഇങ്ങനെ കൊളാപ്സ് ആയിട്ട് വിക്കറ്റുകൾ തുരുതുരാ വീണു പോകുമ്പോൾ വളരെ ലിമിറ്റഡ് ചാൻസസ് മാത്രം കിട്ടാറുള്ള സഞ്ജു ഈ ഒരു ഫോർമാറ്റിൽ പലപ്പോഴും ഇന്ത്യൻ ടീമിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതെ, 2022 വെസ്റ്റ് ഇൻഡീസിനെതിരെ, 2022 സിംബാബ്വേക്കെതിരെ, 2022 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, 2023 അതായത് കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും സഞ്ജു പൊളിച്ചടുക്കിക്കൊണ്ടാണല്ലോ ODI കളിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സീരീസിൽ അങ്ങനെയുള്ള ഒരു പ്രകടനം നടത്താൻ ഒരു വമ്പൻ താരത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതും നിരാശാജനകമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഗയ്സ്, അപ്പോൾ എന്താണ് ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.